ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് ആരും പോകാൻ നിൽക്കണ്ട. സമൂസയാണ് വിചാരിച്ചിട്ട് ഇതൊരു അടിപൊളി കിട്ടിലും ടേസ്റ്റിയായ സമൂസയാണ്. നോമ്പ് എന്ന് പറയുമ്പോൾ 2-3 തവണയെങ്കിലും സമൂസ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി കൂടി പരീക്ഷിച്ച് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബീഫ് കീമയാണ് എടുത്തിട്ടുള്ളത്. 1/2 kg എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും, പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. സ്പൂൺ കൊണ്ട് മിക്സാക്കിയിട്ട് വലിയ മിക്സ് ആവണില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമൂസ ട്രൈ ചെയ്യാത്തവരാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അതിലാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. ബീഫ് ഇങ്ങനെ കുറച്ച് ചേർത്തിട്ട് മുഴുവനായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് ആകെ കുറച്ചേ കാണുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇതാ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 വലിയുള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചെറുതാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കയ്യിലുണ്ടെങ്കിൽ തോനെ മല്ലിയില ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുത്തേക്കണം. അങ്ങനെ നമ്മുടെ ഇവിടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ട് എനിക്ക് കുഞ്ഞ് സമൂസ കഴിക്കണം എന്ന് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം ഇതേപോലെ കുഞ്ഞ് സമൂസയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഷീറ്റിനെ. ഇനി സമൂസയ്ക്ക് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ മടക്കി എടുക്കാനൊക്കെ. ഇതൊന്ന് നോക്കിയിട്ട് 1-2 പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾക്കും മടക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് മടക്കി എടുക്കുകയാണ് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് കോൺ ഷേപ്പിലുള്ള സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ എല്ലാ സമൂസയും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നല്ലൊരു ചൂടായ എണ്ണയിലോട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കിട്ടില്ല സമൂസയാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. പുതിയതായി കാണുന്നവർ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.